മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. അമ്മമ്മ എന്ന കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആ കഥയുള്ളത് നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലുള്ള മൂന്നാമത്തെ യൂണിറ്റിലാണ്. മൂന്നാമത്തെ യൂണിറ്റിന്റെ പേരെന്താണ്? ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ എന്നാണ് നമ്മളുടെ മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര്. ഈ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങളെ കുറിച്ച്, അതായത് പ്രതിസന്ധികളിലൊന്നും തളർന്നു പോകാതെ, നമ്മുടെ ജീവിതമൊക്കെ എങ്ങനെയുള്ളതാണ്? പല തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഒക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്, അല്ലെ? അപ്പൊ ആ പ്രതിസന്ധികളിലൊന്നും തളർന്നു പോവാതെ, വീണു പോവാതെ, ജീവിതത്തെ വളരെ വളരെ അല്ലെ കൗതുകത്തോടുകൂടെ നോക്കിക്കണ്ട് അതിന്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്താൽ അവർക്ക് പ്രത്യേകിച്ച് മാന്ത്രിക ശക്തിയൊന്നുമില്ല ചില മനുഷ്യർക്ക്, അല്ലെ? പക്ഷെ അവരൊരു പ്രശ്നത്തിലും എന്ത് ചെയ്യില്ല, വീണു പോവില്ല. എന്തിനേയും എന്ത് ചെയ്യണു, കരുത്തോടെ ശക്തിയോടുകൂടെ അതിനെ അല്ലെ മാനസികമായിട്ടും ഒക്കെ നേരിടുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള എന്താ പറയാ പ്രത്യേകതകളുള്ള അല്ലെ ജനനം നമ്മുടെ ഭൂമിയിൽ നടക്കുന്നുണ്ട്, അല്ലെ? ചില ആളുകൾക്ക് ചിലപ്പോ അന്ധരായിട്ട് ജനിക്കാം, ആളുകള് മൂകരായിട്ട് അല്ലെ നടക്കാൻ വയ്യാത്ത ആളുകളുണ്ടാവും, കൈകാലുകളില്ലാത്ത ആളുകളുണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യർ നമ്മളുടെ ചുറ്റുമുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരൊക്കെ വീട്ടില് അല്ലെ ഇങ്ങനെ ഇരുന്ന് അയ്യോ എനിക്ക് ഇതില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതെ പകരം എന്ത് ചെയ്യുന്നു, അവർക്ക് എന്താണോ ഉള്ളത്, അല്ലെ, എന്തൊക്കെ അവർക്ക് അവൈലബിൾ ആണ് അതിനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെ ശരിക്കും നമ്മളൊരു ജീവിതത്തിൽ പ്രചോദനമായിട്ട് എടുക്കേണ്ടതാണ്. ചെറിയ പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്ക് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുള്ള നാടാണ് നമ്മളുടെ നാട്, അല്ലെ? എത്രയോ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പല പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാൻ പറ്റാതെ അല്ലെ അപകടങ്ങളിലേക്ക് പോയി ചാടുന്ന ഒരു തലമുറയാണ് നമ്മളുടെ ലോകത്ത് ജീവിക്കാൻ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മറികടക്കാനും അല്ലെ നമുക്കൊക്കെ ജീവിതത്തിൽ മാതൃകയാക്കാനും അല്ലെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറേ വ്യക്തിത്വങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു പാഠഭാഗത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ എന്താ പറയാ നമുക്ക് ശുഭാപ്തി വിശ്വാസം പകരുന്ന അല്ലെ പ്രചോദനമാവുന്ന തരത്തിലുള്ള 3 പാഠഭാഗങ്ങളാണ് നമ്മളുടെ ഈ ഒരു യൂണിറ്റിലുള്ളത്. അപ്പൊ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് എം മുകുന്ദൻ എഴുതിയ ഒരു കഥയാണ്. അമ്മമ്മ എന്നാണ് നമ്മളുടെ കഥയുടെ പേര്. അതോടൊപ്പം ഈ ഒരു ഉപപാഠം നമുക്ക് പഠിക്കാറുണ്ട്. സിഷ്ണ എന്ന് പറയുന്ന ഒരു എന്താ പറയാ അന്തയും ബദിരയും മൂകയും ഒക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിത കഥ, അല്ലെ? കണ്ണൂരിലുള്ളൊരു കുട്ടിയാണ്. അപ്പൊ മോളുടെ ജീവിത കഥയാണ് നമുക്ക് മലയാളികളുടെ ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ഒരു ഉപപാഠം നമുക്ക് പഠിക്കാനുണ്ട്. അതോടൊപ്പം തോട്ടക്കാരി എന്ന് പറയുന്ന പി ഭാസ്കരന്റെ ഒരു കവിതയുണ്ട്. മറ്റൊരു പാഠം എന്ന് പറയുന്നത് ഡോക്ടർ MS വല്ലിത്താൻ എഴുതിയിട്ടുള്ള മയൂരശിഖ ജീവിതം അനുഭവം അറിവ് എന്ന് പറയുന്ന കൃതിയിലുള്ള ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ ഒരു ഭാഗം എവിടുന്നാണ് PK വാര്യരുടെ ആത്മകഥ സ്മൃതി പർവ്വത്തിൽ നിന്നുള്ള ഒരു ഭാഗവും നമുക്ക് ഈ ഒരു യൂണിറ്റിന്റെ ഭാഗമായി നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെ? അപ്പൊ ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ എന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ പേര് നമ്മൾ പറഞ്ഞു, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരുപാട് മനുഷ്യർ എന്തുണ്ടടാ നമ്മളുടെ ചുറ്റുമുണ്ട്, അല്ലെ? അനേകം മനുഷ്യർ എന്ത് ചെയ്യണു, ഇതേപോലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പൊ നമുക്കറിയാം സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന നമ്മുടെ ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ, ഭൗതിക ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. 2018 എന്ത് ചെയ്തത് അദ്ദേഹം, അല്ലെ, ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഒരുപാട് ഇപ്പൊ മാരകമായിട്ടുള്ള മോട്ടോ ന്യൂറോൺ എന്ന് പറയുന്ന അസുഖം, അല്ലെ, ALS എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ച് അല്ലെ അദ്ദേഹത്തിന് ചെറിയ വിരല് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിന് അനക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണ് അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായി അദ്ദേഹം മാറിയിട്ടുള്ളത് കേട്ടോ. തമോദ്വാരങ്ങളുടെ ഭൗതിക ശാസ്ത്രം, അല്ലെ, പ്രപഞ്ചോൽപത്തി, അവയിലൊക്കെ ഒരുപാട് സംഭാവനകൾ, പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന അല്ലെ കാലത്തിന്റെ ഒരു സംക്ഷിപ്ത ചരിത്രം എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അതേപോലെ ഒരുപാട് അല്ലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഗണിതശാസ്ത്രത്തിൽ പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം. 1979 മുതൽ 2009 വരെ അദ്ദേഹം അവിടെ പ്രൊഫസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരീരത്തിനെ തളർത്തിയിട്ടുള്ള ഒരു രോഗം, അല്ലെ, അദ്ദേഹത്തിനെ എങ്ങനെ തളർത്തിയില്ല, മാനസികമായി തളർത്തിയില്ല. നമുക്കൊക്കെ കാലൊക്കെ ചെറുതായിട്ട് ഒന്ന് തട്ടിപ്പോകുമ്പോഴത്തേക്കും അയ്യോ എനിക്ക് വയ്യായി എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണ്. എനിക്കൊന്നുമില്ല, എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, എനിക്ക് അവരെ പോലെ അതില്ല. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ് നമ്മൾ ആലോചിക്കുക, അല്ലെ? നമുക്ക് എന്തൊക്കെ അല്ലെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളുടെ ചുറ്റുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് നേടിത്തരാൻ ആളുകളുണ്ട്, അല്ലെ? നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, കാണാൻ കേൾക്കാം, അല്ലെ? അപ്പൊ അതൊക്കെ
ഉള്ള ആളുകളാണ് നമ്മൾ അല്ലേ. അപ്പം അങ്ങനെയൊന്നുമില്ലാതെ എന്താ പറയുക, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്, വളരെ അല്ലേ നമുക്ക് എന്താ പറയുക പ്രചോദനമാവേണ്ട അല്ലേ, നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരുപാട് മനുഷ്യർ. ഇപ്പോൾ ഹെലൻ കെല്ലർ അല്ലേ, ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഹെലൻ കെല്ലർ, മലയാളികളുടെ ഹെലൻ കെല്ലറിനെയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. എങ്കിലും ഹെലൻ കെല്ലറിനെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് അല്ലേ ജീവിതത്തെ കാണേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിന്റെ പ്രവേശകത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു എന്താ പറയാ പ്രവേശകത്തിൽ തന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ചിന്തയാണ് തന്നിരിക്കുന്നത്. ആ കോട്ട് നമുക്കൊന്ന് വായിക്കാം. ഇഫ് യു കാൻ ഫ്ലൈ ദെൻ റൺ, ഇഫ് യു കാൻ റൺ then walk, if you can't walk then crawl, but whatever you do you have to keep moving forward. എന്താ പറയുന്നത്, നമുക്ക് പറക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഓടണം അല്ലേ. പറന്ന് ആകാശത്തിൽ, വിശാലമായ ആകാശത്തിലേക്ക് നമുക്ക് പറന്ന് ഉയരാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഓടുക അല്ലെ. നമ്മളെ കൊണ്ട് ഓടാനാ പറ്റിച്ച ഓടുക, നമുക്ക് ചിറകില്ലെങ്കിൽ നമ്മൾ ഓടുക അല്ലെ. എന്നിട്ടോ ഓടാൻ ഇനി പറ്റില്ല വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വാക്കണം അല്ലെ, നടക്കണം അല്ലെ. ഇഫ് യു കാൺ റൺ ദെൻ വോക്ക് അല്ലെ, നമുക്ക് ഓടാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നടക്കുക അല്ലെ. ഇഫ് യു കാൺ വോക്ക് ദെൻ ക്രൗൾ അല്ലെ, നമുക്ക് നടക്കാനും പറ്റിയില്ല അല്ലെ, ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇഴഞ്ഞിട്ടെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവാന്നാ പറയുന്നത് അല്ലെ. എന്ത് തന്നെ ചെയ്താലും എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് തന്നെ പോകണം അല്ലെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങ് സ്റ്റക്കായി പോകരുത്. പലതരത്തിലുള്ള സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരാം, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം അല്ലെ. അപ്പോൾ എന്ത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യരുത്, അവിടെ അങ്ങ് നിന്ന് പോരുത് അല്ലെ. നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്താണ് ഇപ്പോൾ അല്ലെ, നിങ്ങളൊക്കെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും, ഹോംവർക്ക് എഴുതാത്തൊക്കെ ആയിരിക്കും പ്രശ്നം അല്ലെ, അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് എഴുതാത്തായിരിക്കും, തലേദിവസം ഒരു പേപ്പർ കിട്ടുന്നതായിരിക്കും നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞു, ഇനിയിപ്പോൾ പേപ്പർ കിട്ടും അല്ലെ. അപ്പോൾ അതിന് ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മലയാളത്തിന്റെ പേപ്പർ കിട്ടിയോ നിങ്ങൾക്ക് കമന്റ് ചെയ്യണം കേട്ടോ, എത്ര മാർക്കൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം. എല്ലാത്തിന്റെ പേപ്പറൊക്കെ കിട്ടി നിങ്ങൾ അടിപൊളിച്ച് എഴുതിയിട്ടുണ്ടാവുന്നൊക്കെ ടീച്ചർക്ക് അറിയാമെങ്കിലും കേട്ടോ, പേപ്പറൊക്കെ മാർക്കൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ മാർക്ക് കുറഞ്ഞു പോയ ആളുകൾ ഉണ്ടാവാം, സ്വാഭാവികം, എല്ലാവർക്കും ഒരുപോലെ മാർക്ക് കിട്ടുമോ? അപ്പൊ അടുത്ത പരീക്ഷയിൽ എന്ത് ചെയ്യാം, അടുത്ത പഠിച്ച് മറികടക്കുക. അല്ലാണ്ട് അയ്യോ എന്റെ മാർക്ക് പോയ നമ്മൾ നെഞ്ച് തടിച്ച് കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ അതിന് മുമ്പെയാണ് ആലോചിക്കേണ്ടത്, മാർക്ക് കുറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ, അപ്പൊ ഞാൻ കുറച്ചുകൂടി പഠിക്കണമെന്ന് ആദ്യം ആലോചിക്കണമായിരുന്നു. അപ്പൊ അത് ആലോചിച്ചില്ല, നമുക്കത് വേണ്ടത്ര രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, എന്തോ ആ സമയത്ത് അസുഖം ഉണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ അത് പഠിച്ച ഓർമ്മ വന്നില്ലായിരിക്കാം, വട്ടവ അത് അല്ലെ. എഴുതി കഴിഞ്ഞതോടുകൂടെ നമ്മൾ അതുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു. ഇനി അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുക എന്നുള്ളതല്ലാതെ അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെ. എന്തെങ്കിലും ടീച്ചർക്ക് ഇപ്പോൾ കരഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് ടീച്ചർ മാർക്ക് കൂടി തരുമോ? ഇല്ല, അതിനോടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ എന്താണ്, പോസിറ്റീവായിട്ട് ഇരിക്കുക അല്ലെ, ശുഭാപ്തി വിശ്വാസത്തോട്. എന്താ ശുഭാപ്തി വിശ്വാസം? നല്ലത് സംഭവിക്കും എന്ന് പറയുന്ന ചിന്തയാണ്. അപ്പൊ എന്താ ഈ നല്ലത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില മനുഷ്യരുണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ചില മനുഷ്യർ, ഇവരടുത്തിരുന്ന് കഴിഞ്ഞാൽ അമ്പൾ തന്നെ എന്ത് ചെയ്യും, നെഗറ്റീവ് അടിച്ചു പോകും അല്ലെ. എന്തിനും എന്താണ് ഉടക്ക് പറയുന്ന, എന്തിനും എന്താണ് നമ്മളെ തളർത്തി കളയുന്ന ചില മനുഷ്യർ അല്ലെ. അതേ സ്ഥാനത്ത് നമ്മൾ ഇപ്പൊ എനിക്ക് ചില ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, ഇപ്പൊ നമ്മൾ നല്ല റെഡിയായി ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ചില ട്രിപ്പ് പോയി വിചാരിക്കുക. ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ അധികം ഡ്രസ്സൊന്നും കൊണ്ടുപോകില്ല അല്ലെ. അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി വന്നിട്ട് ഓളോട് ചോദിക്കുകയാണ് അല്ലെ, മുപ്പര് ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ അമ്മയാവാം, ആരെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സ് ആവാം, അവരോട് ചോദിക്കുകയാണ് എന്താണ്, വേറെ ഡ്രസ്സൊന്നും മാറ്റാൻ നമുക്ക് വഴിയൊന്നുമില്ലേ, വാങ്ങിയിട്ടുമില്ല, കൊണ്ടുപോയിട്ടുമില്ല. അപ്പം നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്, കാണാൻ കൊള്ളാമോ അല്ലെ. അപ്പൊ ഇതെന്താ ഇത്, എന്തോര് ഡ്രസ്സ് ഇവിടെ എന്നൊക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡ്രസ്സ് മാറ്റാനുമില്ല അല്ലെ, വേറെ കൊണ്ടുപോയിട്ടില്ല. നമ്മൾ അന്നത്തെ ദിവസം മൂഡ് മൊത്തം പോയില്ലേ, അയ്യോ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻഫിനിറ്റി കോംപ്ലക്സ് ഒക്കെ വരില്ല, അയ്യോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും, അയ്യോ എന്തോ പോലെ ഉണ്ടോ അല്ലെ, ഒരു കോൺഫിഡൻസ് കുറവ് എന്തായാലും ഉണ്ടാവും അല്ലെ. അതേ സ്ഥാനത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറെ നമുക്ക് സാഹചര്യം മനസ്സിലാക്കി പലപ്പോഴും എന്ത് ചെയ്യാം, നമുക്ക് പെരുമാറാന്നുള്ളതാണ്. ചിലരുടെ അടുത്ത് എന്താണ്, നമുക്ക് ഭയങ്കര സന്തോഷമുള്ള മനുഷ്യരുണ്ടാവും അല്ലെ. അപ്പൊ എന്ത് കാര്യത്തിന് എന്താണ് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള അല്ലെ, ഒരുപാട് ആളുകൾക്ക് പ്രിയപ്പെട്ട ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെ, വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ നമ്മളെപ്പോഴും എന്താവുക, എന്തിനേയും വളരെ പോസിറ്റീവായിട്ട് കാണുക, എല്ലാത്തിനെയും നെഗറ്റീവ് കൊണ്ട് അല്ലെ ഇടാതെ നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്യുക, ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ അല്ലെ. വിശ്വാസം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിശ്വാസമല്ല ടീച്ചർ ഉദ്ദേശിച്ചത്, എന്തിനേയും എന്താണ് നല്ലത് സംഭവിക്കും എന്നുള്ളത് അല്ലെ. ഇപ്പൊ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ അല്ലെ, നമ്മള് പല റീലുകളിലും അല്ലെ, പല പോസ്റ്റുകളിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ന്യൂ ഇയർ അല്ലെ, എന്താ പറയാ, പുതിയൊരു വർഷ ആരംഭമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം,
ഈ പറയുന്ന മാനിഫെസ്റ്റേഷനെ കുറിച്ചും അല്ലെ, പുതിയൊരു വർഷം എടുക്കേണ്ട റെസൊല്യൂഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും അല്ലെ, പുതിയ തീരുമാനങ്ങൾ അല്ലെ, ഡയറി ഇടുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിന്റെ ഭാഗം തന്നെയാണ് അല്ലെ, ബീയിങ് പോസിറ്റീവ്. നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ അല്ലെ നല്ലത് സംഭവിക്കുമെന്ന് പറയുന്ന പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോവുക അല്ലെ എന്നുള്ളൊരു എന്താ പറയാ ആശയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം അല്ലെ. മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്നത് ആരാണ്? US അറ്റ്ലാന്റയിലാണ് 1929 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവും അല്ലെ പിതാമഹനും ഒക്കെ എന്താണ്, പുരോഹിതരായിരുന്നു. അപ്പോ വർണ്ണ വിവേചനത്തിന് അല്ലെ, ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ നാട്ടിൽ മാത്രമാണ് ഈ പറയുന്ന കാസ്റ്റ് അല്ലെ, ഫോർകാസ്റ്റ് സിസ്റ്റം, ചാതുർവർണ്ണയം അല്ലെ, ജാതി മത വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ മാത്രം എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. വർണ്ണ വിവേചനം വളരെ ഭീകരമായ രീതിയിൽ നിറത്തിന്റെ പേരിൽ മനുഷ്യരെ തട്ട് തിരിച്ച് അല്ലെ ഭീകരമായിട്ടുള്ള എന്താ പറയാ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്ന ഇടം നമ്മൾ പറയുന്ന അത്രയും ഭയങ്കര എന്താ പറയാ എല്ലാ രീതിയിലും ഡെവലപ്പായിട്ടുള്ള അമേരിക്കയിലൊക്കെ തന്നെ ഈ പറയുന്ന വൃത്തികേടുകളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ജാതിയുടെ മതത്തിന്റെ പേരിന്റെ അപ്പുറത്തേക്ക് എന്താണ്, നിറത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിച്ച് കാണുന്ന ആളുകൾ അല്ലെ. അപ്പൊ അമേരിക്കയിൽ വർണ്ണ വിവേചനത്തിനെതിരെ നിരന്തരമായിട്ട് അല്ലെ ഇരയാകേണ്ടി വന്ന അമേരിക്കയിലെ നീഗ്രോ സമൂഹത്തിന് വേണ്ടി അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള അനേകം അവകാശ സമരങ്ങൾക്ക് മുൻപിൽ നിന്ന് നടത്തിയിട്ടുള്ള അല്ലെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ്. അദ്ദേഹം അല്ലെ സ്വാതന്ത്ര്യം തനിയെ വരുമൊന്നുമില്ല അല്ലെ, അതിനെന്ത് ചെയ്യണം, പിടിച്ചെടുക്കണം അല്ലെ, മർദ്ദിതരത് അത് അനുഭവിക്കുന്ന ആളുകൾ അത് പിടിച്ചെടുക്കണം എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വെച്ചാൽ കത്തും തോക്കും വടിവാളും എടുത്തിട്ടല്ല അല്ലെ, ഹിംസയിലൂടെ കൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത് ആ സ്വാതന്ത്ര്യം നേടിയത് അല്ലെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയത്. എങ്ങനെയാണ്? സമാധാനത്തിന്റെ അല്ലെ പ്രതീകമായിട്ടാണ് കേട്ടോ. 1968 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രസിഡൻഷ്യൽ മെഡൽ ഫോറം എന്ന് പറയുന്ന മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ലഭിച്ചിട്ടുണ്ട്. വർണ്ണ വിവേചനത്തിനെതിരെ അക്രമരാഹിത്യത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കാനായി മാർട്ടിൻ ലൂതർ കിങ് സ്ഥാപിച്ച സംഘടനയാണ് സത്തേൺ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കോൺഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ലോകം ആരാധിക്കുന്ന ഒരുപാട് ശാലിയായിട്ടുള്ള മനുഷ്യരെ ചേർത്ത് പിടിച്ചിട്ടുള്ള അല്ലെ, എല്ലാ മനുഷ്യരെ കാണാൻ വേണ്ടി എന്താണ് ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള മഹാനായിട്ടുള്ള മനുഷ്യനാണ് ആര്? മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് പ്രവർത്തനങ്ങളിൽ അല്ലെ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ നല്ലത് സംഭവിക്കുമെന്ന പ്രതീക്ഷ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്. അത് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ശുഭാപ്തി വിശ്വാസമാണ് എന്തെന്ന് പറയുന്നത്, എല്ലാവരുടെയും ജീവിതത്തിന്റെ അടിത്തറ. ഇപ്പൊ എല്ലാത്തിനും നെഗറ്റീവായിട്ട് കണ്ട് നമ്മൾ മനസ്സിൽ അങ്ങനെ വിചാരിച്ച് നമ്മളെ ബ്രെയിനും എന്ത് വിചാരിക്കും, അങ്ങനെയേ സംഭവിക്കുള്ളൂ, എല്ലാം നെഗറ്റീവാണ്, എല്ലാം ദോഷമായിട്ട് വരുള്ളൂ എന്ന് അങ്ങനെ മാത്രം വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ എല്ലാം എങ്ങനെ വരുള്ളൂ, എല്ലാം ദോഷമായിട്ടേ വരുള്ളൂ അല്ലെ. അപ്പൊ ശുഭാപ്തി വിശ്വാസം എന്ത് ചെയ്യുന്നത് നമ്മൾ ജീവിതത്തിൽ അല്ലെ, എല്ലാത്തിനും വിചാരിച്ച് എല്ലാ ദിവസവും ഹോംവർക്ക് എഴുതാണ്ട് കിടന്ന് അശുഭാപ്തി വിശ്വാസം, നാളെ എനിക്ക് അടികിട്ടില്ല, അങ്ങനെയല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെ, എല്ലാത്തിനും എന്ത് ചെയ്യുക, പേടിച്ചിരിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ആശയം ഇതിനെ ഫലപ്പെടുത്തുന്ന നമ്മുടെ ഈ ഒരു എന്താ പറയാ പ്രമേയത്തെ അല്ലെ ഫലപ്പെടുത്തുന്നതാണ്. അതായത് നമുക്ക് പറക്കാനായില്ലെങ്കിൽ നമ്മൾ ഓടാനായില്ലെങ്കിൽ നടക്കാനായില്ലെങ്കിൽ നമ്മൾ ഇഴയണം. എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ആ നിപ്പിൽ നിൽക്കാതെ മുന്നോട്ടേക്ക് അല്ലെ, പ്രതിസന്ധികൾ എന്ത് ഇഴഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, മുമ്പോട്ട് പൊയ്ക്കൊള്ളണം എന്ന് പറയുന്ന ഒരു ചിന്തയാണിത് അല്ലെ. അപ്പൊ ജീവിതത്തിൽ ഏത് അവസ്ഥയിലും എന്ത് ചെയ്യണം, മുന്നോട്ട് നീങ്ങാനാണ് നമ്മളോട് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു പ്രതീക്ഷയും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നിരാശ, ഒരു പ്രതീക്ഷയും ജീവിതത്തിൽ ഇല്ലാത്ത ആളാണ് എന്ത് ചെയ്യുക, പലപ്പോഴും ആത്മഹത്യ ചെയ്യുക അല്ലെ. പലതരത്തിലുള്ള ആത്മഹത്യ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ഇപ്പൊ കർഷകർ ആത്മഹത്യ ചെയ്യാറുണ്ട്, സ്റ്റുഡൻസ് ആണ്, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലോകത്തെ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക എത്രത്തോളം അല്ലെ ആ മക്കളൊക്കെ എന്തിനായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ചിലപ്പോൾ ഒരു മെന്റൽ സപ്പോർട്ട് ഇല്ല, ആവശ്യമില്ലാത്ത ഭയമാണ് അല്ലെ. എന്ത് പ്രതിസന്ധി മരിക്കുന്നതിനേക്കാളും എന്താണ് എത്രയോ വലുതാണ് നമ്മൾ ആ പ്രശ്നത്തെ ഫേസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്ത് പ്രതിസന്ധി ആയാലും എന്താണ് നമുക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ നമുക്കൊരു പ്രതീക്ഷയില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ത് ചെയ്യും, നമ്മുടെ ജീവിതം അല്ലെ നമ്മൾ നിരാശരായിരിക്കും, ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വിഷമായിരിക്കും അല്ലെ. അപ്പോൾ അങ്ങനെ നിരാശരായി തന്നെ നമ്മൾ മുന്നോട്ട് തുടരേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ അമ്മമ്മ എന്ന് പറയുന്ന കഥയില് അല്ലെ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എന്താണ്, അമ്മമ്മ എന്ന് പറയുന്ന കഥയാണ്. M. മുകുന്ദനാണ്
കഥ എഴുതിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അപ്പൊ അമ്മമ്മ എന്ന് പറയുന്ന കഥയിലെ അമ്മമ്മ, കേന്ദ്ര കഥാപാത്രം അമ്മമ്മയാണ്. അമ്മമ്മയ്ക്ക് എന്താണ് 80 വയസ്സുണ്ട്. എത്ര വയസ്സാണ്? 80 വയസ്സാണ് അമ്മമ്മയ്ക്ക് കേട്ടോ. അങ്ങനെ 80 വയസ്സുള്ള അമ്മമ്മയ്ക്ക് എന്താണ് ജീവിതത്തെക്കുറിച്ച് ഈ അമ്മമ്മ കാണുന്ന കുറേ സ്വപ്നങ്ങളുണ്ട്. അതായത് ജീവിതത്തെക്കുറിച്ചുള്ള അമ്മമ്മയുടെ ചിന്തകൾ എന്ന് പറയുന്നത് എന്താണ്? വളരെ ഭീകരമായിട്ടുള്ള ചിന്തകളാണ് കേട്ടോ. അപ്പൊ ആ അമ്മമ്മയെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ശുഭാപ്തി വിശ്വാസമാണല്ലേ. മദിരാശി കണ്ടിട്ട് എന്താ കാര്യം, കാണുന്നുണ്ടെങ്കിൽ ദുബായ് കാണുന്നതാണ് അമ്മമ്മ പറയണത് കേട്ടോ. അപ്പോ പിന്നെ ഇംഗ്ലീഷ് പാട്ട് ആസ്വദിക്കുന്നു അല്ലെ, അതേപോലെ കാലത്തിനൊപ്പം സഞ്ചരിക്കാനുള്ള ശുഭാപ്തി വിശ്വാസം കാണിക്കുന്നു അല്ലെ. ഈ ശുഭാപ്തി വിശ്വാസമാണ് അമ്മമ്മയെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നത്, ഒരു അത്ഭുതമായിട്ട് കാണാനുള്ളൊരു കാരണമാവുന്നത് അല്ലെ. അപ്പൊ ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി മക്കൾ ആലോചിക്കുക, എന്താണ് ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളൊരു ആശയമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്ന ലേബലിലൂടെ കൂടെ അർത്ഥാക്കുന്നത്. അപ്പൊ ഈ ശുഭാപ്തി വിശ്വാസമാണ് എന്ത് ചെയ്യുന്നത്, അമ്മമ്മയെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നത്, ഒരു അത്ഭുതമായി കാണാനുള്ള കാരണമാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അല്ലെ എന്താണ് ഈ കഥ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അമ്മമ്മ എന്ന് പറയുന്ന കഥ എഴുതിയത് ആരാണ്? മുകുന്ദനാണ് അല്ലെ. കാലത്തിനൊപ്പം നടന്ന് മാറ്റങ്ങളെ നെഞ്ചേറ്റുമ്പോൾ എന്നാണ് ഇതിന്റെ പ്രവേശകമായിട്ടുള്ള അല്ലെ അനുബന്ധ വാക്യം തന്നിരിക്കുന്നത്. ഇവിടെ പാഠത്തിന്റെ അല്ലെ മുൻപിൽ ഒരു വാക്യം തരുമല്ലോ. അപ്പൊ ഇതും എന്താണ്, ചോദ്യ മാതൃകയാണ്. ഇതും ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കാം കേട്ടോ. ഇവിടുന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പൊ കാലത്തിനൊപ്പം അല്ലെ. അപ്പൊ എന്താണ്, നമ്മളിങ്ങനെ കാലത്തിനൊപ്പം ഓടണം എന്നുള്ളതാണ്. അപ്പൊ എല്ലാത്തിനും ഇപ്പൊ നെഗറ്റീവ് പറയുന്ന കുറേ അപ്പൂപ്പന്മാരെയും അമ്മമ്മമാരെയും ഒക്കെ നമുക്ക് കാണാം. നിങ്ങളതെന്ത് കാലം, ഞങ്ങളതായിരുന്നു കാലം, ഇതെല്ലാ തലമുറയും പറയും അല്ലെ. അവരവരുടെ കാലം മാത്രം, മാറ്റത്തെ ഉൾക്കൊള്ളാത്ത ഒരുപാട് ജനറേഷൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നിനും അംഗീകരിക്കില്ല, എല്ലാം പഴയതായിരുന്നു പറയും അല്ലെ. അപ്പൊ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇതാക്കേണ്ടി വരും. ഇപ്പൊ പലപ്പോഴും ഫോണൊക്കെ എടുത്തിരിക്കുമ്പോ ചിത്തേക്കാറില്ലേ അല്ലെ, അപ്പൊ അതിൻ്റെ അകത്താണെന്നൊക്കെ പറയും അല്ലെ. എപ്പോഴും അതിൻ്റെ അകത്ത് അവർ പറയുന്നതിലും ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളാണ്. പക്ഷേ നമ്മൾ പഠിക്കുന്നതും നമുക്ക് ഒരുപാട് വിവരങ്ങൾ ലഭിക്കുന്നതും ഒക്കെ ഇതിനകത്തു നിന്നാണ് അല്ലെ. അപ്പൊ നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്, ചിലപ്പോൾ അതർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ പുസ്തകം വായിക്കുന്നതായിരിക്കും ഏറ്റവും അല്ലെ ഉചിതമായതെന്ന് വിശ്വസിക്കുന്ന, അത് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന, തെറ്റ് എന്നല്ല പറയുന്നത്. അപ്പൊ ഓരോരോ കാലഘട്ടത്തിന് പ്രത്യേകത. അപ്പൊ കാലത്തിനെ എന്ത് ചെയ്യില്ല, പലപ്പോഴും പല ആളുകളും ഉൾക്കൊള്ളില്ല. അപ്പൊ എൻ്റെ അമ്മമ്മയൊക്കെ അങ്ങനെയാണ് അല്ലെ. അപ്പൊ അവരൊക്കെ ജീവിച്ച് വന്ന കാര്യങ്ങളെ മാത്രം എന്ത് ചെയ്യുള്ളൂ. അപ്പൊ അത് നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. അപ്പൊ അവർ പറയും നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ സമാധാനത്തിന് നമ്മൾ അംഗീകരിച്ച് കൊടുക്കാന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ അവർ ഒരുപാട് അനുഭവമുള്ള ആളുകളാണ്. അപ്പൊ അവർ പറയുന്ന പല കാര്യങ്ങളും എന്താണ്, നമുക്ക് പോസിറ്റീവായിട്ടും വരും അല്ലെ. പക്ഷെ എല്ലാത്തിനും ഉൾക്കൊള്ളാൻ എന്ത് ചെയ്യില്ല, പലർക്കും കഴിയില്ല അല്ലെ. പക്ഷെ ഇതിലെ അമ്മമ്മ എങ്ങനെയാണ്, കാലത്തിനൊപ്പം നടന്ന് എല്ലാ മാറ്റങ്ങളെയും നെഞ്ചേറ്റുന്ന അല്ലെ, വളരെ പോസിറ്റീവായിട്ട് എന്താണ് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു അമ്മമ്മയെയാണ് നമ്മൾ ഈ കഥയിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ എം മുകുന്ദനാണ് നമ്മളുടെ ഈ ഒരു കഥ എഴുതിയത്. ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന സമാഹാരത്തിൽ നിന്നുമാണ് നമ്മളുടെ അമ്മമ്മ എന്ന് പറയുന്ന അല്ലെ കഥാഭാഗം എടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ വികൃതികള്, മയ്യൊഴിപ്പുഴ, അങ്ങനെ മലയാളത്തിൽ ഒരുപാട് കൃതികൾ അല്ലെ സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരനാണ് എം മുകുന്ദൻ അല്ലെ. ഞാൻ സ്വപ്നം കാണുന്ന ഭാഷയിലാണ് എനിക്ക് മനോഹരമായി എഴുതാനാവുക എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ മലയാള ഭാഷയിൽ ഇന്ന് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഒരു മൂത്ത എന്താ പറയാ ജ്യേഷ്ഠ സ്ഥാനത്തൊക്കെ അല്ലെ മലയാള സാഹിത്യത്തിൽ എന്താണ് അപ്പൊ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഇപ്പോ എം മുകുന്ദൻ എന്ന് പറയുന്നത്. എഴുതിയ എല്ലാ കൃതികളും എന്താണ് അത്രയേറെ അല്ലെ പ്രാധാന്യമുള്ള കൃതികൾ. ഇപ്പൊ ടീച്ചറുടെ ഒക്കെ കുട്ടിക്കാലത്ത് ബാല്യകാലത്തൊക്കെ ടീച്ചർ വായിച്ചത് മുകുന്ദന്റെ ഒക്കെ കഥകളും അല്ലെ നോവലുകളും ഒക്കെ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൃതികൾ കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ മക്കൾ വായിച്ചു നോക്കുക. ഓക്കെ, ഒരുപാട് പ്രത്യേകതകളുള്ള എഴുത്തുകാരനാണ് നമ്മളുടെ എം മുകുന്ദൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ അല്ലെ 1942 മയ്യഴിയുടെ കഥാകാരൻ എന്ന ലേബലിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഫ്രഞ്ച് നയതന്ത്രജ്ഞനായിട്ടും അതുപോലെ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിന്റെ അല്ലെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട്, നമ്മളുടെയൊക്കെ അഭിമാനമായിട്ടുള്ള അല്ലെ സ്വകാര്യ അഹങ്കാരമാണെന്നൊക്കെ പറയാൻ പറ്റുന്ന ആളാണ് എം മുകുന്ദൻ. വീട്, 5.5 വയസ്സുള്ള കുട്ടി അല്ലെ, മുകുന്ദന്റെ കഥകള്, കള്ളനും പോലീസും, കണ്ണാടിയുടെ കാഴ്ചകളൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥകളാണ്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ നൃത്തം എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത് എം മുകുന്ദനാണ്. ഡൽഹി, ഈ ലോകം, അതിലൊരു മനുഷ്യൻ അല്ലെ, നിങ്ങള് അല്ലെ, മറ്റേ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു, മയ്യഴി പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിന്റെ വികൃതി, കേശവന്റെ വിലാപങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഒരുപാട് കൃതികൾ എഴുതി, എല്ലാ കൃതികളും എന്താണ് പോപ്പുലർ ആണ് നമുക്ക് പറയാൻ പറ്റും. മുകുന്ദനെ സംബന്ധിച്ചിട്ടോ എല്ലാ കൃതികളും ഇത്രയും പ്രാധാന്യമുള്ള കൃതികളാണ് എന്നുള്ളതാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ എന്താണ് കൃതിയിൽ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഇതിലെ പ്രധാനപ്പെട്ട പാത്രമാണ് അമ്മമ്മയും മറ്റൊന്ന് കൃപാകരൻ, കൊച്ചുമകനാണ് കേട്ടോ. അപ്പൊ കൃപാകരനും അമ്മമ്മയും തമ്മിലുള്ള ആ ഒരു അന്തരം, അവരുടെ ജനറേഷൻ തമ്മിലുള്ള അന്തരവും കൃപാകരൻ വളരെ നാടനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, അമ്മമ്മ വളരെ മോഡേൺ ആയിട്ട് കാലത്തിനൊപ്പം ചിന്തിക്കുന്ന ഒരു അമ്മമ്മയാണ്. അപ്പൊ അവര് തമ്മിലുള്ള എന്താ പറയാ ബന്ധം, ആത്മബന്ധത്തിന്റെയും കാഴ്ചപ്പാടുകളുടെയും ജീവിതത്തെ അവർ വ്യത്യസ്തമായ രീതിയിൽ ഓരോന്നിനെയും നോക്കിക്കാണുന്നതിന്റെ, രണ്ട് കാലഘട്ടത്തിന്റെയും ജനറേഷന്റെ ഒക്കെ കഥയാണ് എന്ത് ചെയ്യുന്നത് അമ്മമ്മ എന്ന പാഠഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളും മറ്റു സന്ദർഭങ്ങളും വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അല്ലെ മോനെ, ആ മിനി ഉരലിങ് എടുത്താട്ടെ. അല്ലെ, അപ്പൊ ഈ ടീച്ചർ ഈ പാഠത്തിന്റെ ആശയമാണ് പറയുന്നത് ചെറിയ ചെറിയ പ്രയോഗങ്ങളിലൂടെ. അപ്പൊ കഥയിൽ ഒരിടത്ത് അമ്മമ്മ പറയുന്നുണ്ട് ആ മിനി ഉരൽ, ചെറിയ ഉരലിനെയാണ് പറയുന്നത്. അല്ലെ, അപ്പൊ മിനി ഉരലിങ് എടുത്താട്ടെ എന്ന് പറയുന്നു. കൃപാകര, നിന്നെ പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല, എന്നാലും ഈ അമ്മമ്മയ്ക്ക് കുറേശ്ശെ ഇംഗ്ലീഷൊക്കെ അറിയാം. അല്ലെ, ഇംഗ്ലീഷ് എല്ലാം അറിയാം അമ്മമ്മ പറയുന്നുണ്ട്. അല്ലെ, എന്നെ ചോദിക്കുന്നു നമ്മളുടെ കൃപാകരൻ പറയുന്നുണ്ട് അമ്മമ്മ നമുക്ക് മദ്രാശിയിൽ കൊണ്ടുപോകുന്നുണ്ട്, ഞാൻ യാത്ര ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ. അല്ലെ, അപ്പൊ അമ്മമ്മ പറയുന്നു മദ്രാശി കണ്ടിട്ട് എന്താ പോകുന്നുണ്ട്, എവിടെ പോണം, ദുബായിക്ക് പോണം. അല്ലെ, അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, വിജൃംഭിച്ചു പോവാണ് നമ്മളുടെ കൃപാകരൻ. അല്ലെ, ധാരപ്പ അല്ലെ, മൂർഖനെയാണല്ലോ ചവിട്ടിയതെന്ന് പറയുന്നുള്ള ഒരു ഭാവമൊക്കെ നമുക്ക് മനസ്സിൽ ചിന്തിക്കാം. അല്ലെ, അപ്പോഴത്തെ കൃപാകരന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അല്ലെ, പിന്നെ എന്താണ്, ഇംഗ്ലീഷ് വെക്കൂ, അബ്ബയുടെ പാട്ടുണ്ടെങ്കിൽ അത് വെക്കൂ എന്ന് അമ്മമ്മ പറയുന്നുണ്ട്. അല്ലെ, കീർത്തനങ്ങളൊക്കെ വെച്ച സമയത്ത്. അപ്പൊ അത്രയും മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരു അമ്മമ്മയാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. ചില പ്രയോഗങ്ങൾ നോക്കാം. അല്ലെ, അപ്പൊ കാലത്തിനൊപ്പം മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാകുന്ന വാർദ്ധക്യത്തിന്റെ പുതിയ കാഴ്ചപ്പാടാണ് അമ്മമ്മയിലൂടെ അമ്മമ്മ എന്ന് പറയുന്ന കഥയിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോ ചില പ്രയോഗങ്ങൾ മാറ്റത്തോടുള്ള താല്പര്യം എന്ത് ചെയ്യണു അമ്മമ്മയിൽ നമ്മൾ കാണുന്ന പ്രയോഗമുണ്ട്. അല്ലെ, ഏത് പ്രയോഗത്തിലൂടെയൊക്കെയാണ്, മിനി ഉരൽ എന്ന് പറയുന്ന പ്രയോഗമാണ്. അല്ലെ, മിനി ഉരൽ എന്ന് പറയുന്ന പ്രയോഗം. അല്ലെ, അപ്പൊ അമ്മമ്മയുടെ സംസാരത്തിൽ വന്ന പുതിയ ശൈലിയെയാണ് എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് കുറെ ഇംഗ്ലീഷൊക്കെ അറിയാം എന്ന് പറയുന്നതിലൂടെ ലോകത്തെ അറിയാനുള്ള താല്പര്യം. അല്ലെ, അപ്പൊ അമ്മമ്മയ്ക്ക് പറ്റുന്ന സ്രോതസ്സുകളിലൂടെയൊക്കെ എന്ത് ചെയ്യണം, അമ്മമ്മയ്ക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അമ്മമ്മ അറിയാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അമ്മമ്മ കഥയിലൊരിടത്ത് പറയുന്നുണ്ട് എന്താണ്, വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടിയിരിക്കുന്ന ജനിച്ചപ്പോ തൊട്ടേ ആ വീട്ടിൽ തന്നെയാണ്, വീടിന്റെ പുറത്തേക്ക് പോകാത്തൊരമ്മയാണ്. അപ്പൊ അമ്മമ്മയെ സംബന്ധിച്ച് ഈ ലോകത്തെ കുറിച്ച് അറിയാന്നൊക്കെ ഉള്ള എന്താണ് വളരെ കൗതുകമുള്ള കാര്യമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെ, അപ്പൊ ലോകത്തെ അറിയാനുള്ള അവരുടെ താല്പര്യമാണ്. ഇതാണ് ഉരൽ എന്ന് പറയുന്നത്. മുറുക്കാനൊക്കെ ഇടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അപ്പൊ അടുക്കളയിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ കാണാൻ പറ്റും, ഇഞ്ചിയും പച്ചമുളകും നമ്മളെ വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അടുക്കളയിൽ വെക്കാറുണ്ട്. അപ്പൊ ഇത് മുറുക്കാൻ ആളുകൾ, പല്ലില്ലാത്ത ആളുകൾ വയസ്സാവുമ്പോൾ കടിച്ചു തിന്നാൻ പറ്റില്ലല്ലോ, അപ്പൊ അടയ്ക്കൊക്കെ ഉണ്ടാവും, പാക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഈ ഉരലിലിട്ടിട്ടാണ് എന്ത് ചെയ്യുക, ഇടിക്കുക. അപ്പൊ അതിനാണ് മിനി ഉരൽ എന്ന് ചെയ്യുന്നത്. പല രീതിയിലുണ്ടാവും കേട്ടോ. അതിപ്പോ ടീച്ചർ മക്കൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സാധനം വെച്ചേ ഉള്ളൂ. പിന്നെ വിശാലമായ ലോകവീക്ഷണം ആരുടെ പ്രത്യേകതയാണ്, അമ്മമ്മയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം കേട്ടോ. ഇപ്പൊ കൃപാകരൻ മദ്രാസിനെ കുറിച്ച് പറയുമ്പോ കാണണമെങ്കിൽ ദുബായ് കാണണമെന്നാണ് പറയണത്. അല്ലെ, അപ്പൊ എനിക്ക് എവിടെയും പോകാല്ല, ഞാൻ ഈ 4 മുറിയുടെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞപ്പോ എന്ത് ചെയ്യാണ് കൃപാകരൻ പറയാണ്. അല്ലെ, എന്ത് അമ്മമ്മേനെ ഞാൻ എന്ത് ചെയ്യാം മദ്രാസിൽ കൊണ്ടുപോകും, ആർക്കും അവിടെ മദ്രാസില്ല, അങ്ങ് എനിക്ക് ദുബായിലാണ് കാണുന്നുണ്ടേ, ദുബായ് കണ്ടാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ദിവാകരൻ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാവുന്നൊക്കെ നമ്മൾ കണ്ടു. അല്ലെ, അപ്പൊ കൃപാകരൻ ഒരു പഴഞ്ചൻ ചിന്താഗതിക്കാരനായിരിക്കുമ്പോ രണ്ട് ജനറേഷൻ അപ്പുറമുള്ള അമ്മമ്മ എന്ത് ചെയ്തിരിക്കുന്നു, കാലത്തിന്റെ ബഹുദൂരം മുൻപേ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു വിശാലമായിട്ടുള്ള ലോകവീക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ കഥയില്. പിന്നെ ആധുനിക സംഗീതത്തോടുള്ള ഇഷ്ടം, ആധുനിക സംഗീതത്തോടുള്ള ഇഷ്ടം എങ്ങനെയാണ് കാണുന്നത്. അപ്പൊ മ്യൂസിക് വെക്കാൻ വേണ്ടി പറയുമ്പോ എന്ത് പറയണു, കീർത്തനമൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അല്ലെ, അപ്പൊ കീർത്തനം വെക്കാൻ പറഞ്ഞപ്പോ അമ്മമ്മ എന്താ പറയണേ, എന്തിനായത് ഇതൊക്കെ വെച്ചിട്ടുള്ളത്, ഈ ഒരു കാര്യം ചെയ്യൂ, ഈ അബ്ബയുടെ പോപ്പ് മ്യൂസിക് വെക്കാൻ വേണ്ടി പറയാണ്. അല്ലെ, അപ്പൊ എന്താ പറയാ, ഇംഗ്ലീഷ് വെക്കാൻ വേണ്ടി പറയുന്ന അമ്മമ്മ, അത് എൻജോയ് ചെയ്യുന്ന അമ്മമ്മയാണ് എന്ത് ചെയ്തത് നമ്മൾ കഥയിൽ ഞെട്ടിപ്പോകില്ലേ നമ്മള്. അപ്പൊ ഈ അബ്ബ എന്ന് പറയുന്നത് എന്താണ്, ഒരു മ്യൂസിക്കൽ ബാൻഡാണ്. 1974 ABBA ഇതാണ് അബ്ബ എന്ന് പറയുന്ന ബാൻഡ് കേട്ടോ. വാട്ടലു എന്ന് പറയുന്ന ഗാനത്തിലൂടെയാണ് സ്വീഡന് വേണ്ടിയിട്ടുള്ള യൂറോവിഷൻ ഗാന മത്സരത്തിൽ വിജയിച്ചിട്ടുള്ള ഒരു ബാൻഡായിരുന്നു. പിന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട്
അല്ലേ പിന്നെ പ്രസക്തമാവുകയാണ്. പിന്നെ എന്ത് ചെയ്യണു അല്ലെ അവരുടെ 1982 അവര് ABBA പിരിച്ചു വിട്ടതിന് ശേഷം പിന്നീട് ഒരുപാട് പ്രശ്നമൊക്കെ ആയിട്ട് പിരിച്ചൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണു സിനിമകൾക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്യാനും സ്റ്റേജ് മ്യൂസിക് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ആളുകൾ 4 ആളുകളുടെ ഒരു സംഘമാണ് അബ്ബ എന്ന് പറയുന്നത്. ഒരുപാട് ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലും എല്ലാ ലോകത്തെമ്പാടത്തും എന്ത് ചെയ്തിരുന്നു, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു മ്യൂസിക്കൽ ബാൻഡായിരുന്നു ഇവരുടേത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു മത്സര ചരിത്രത്തിൽ തന്നെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഗാനമായിട്ട്, മികച്ച ഗാനമായിട്ട് അവരുടെ ഗാനമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കേട്ടോ. കാരണം അബ്ബയുടെ പോപ്പ് മ്യൂസിക് ആണ് അബ്ബ എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വെക്കൂ അല്ലെ അബ്ബയുടെ അല്ലെ പോപ്പ് മ്യൂസിക് വെക്കാൻ, അതുണ്ടെങ്കിൽ അത് വെക്കാൻ വേണ്ടി അമ്മമ്മ പറയണം. അപ്പോൾ അത്രയും എന്ത് ചെയ്തിരിക്കുന്നു, കാലത്തിന്റെ അങ്ങേ തലക്കിലേക്ക് ചിന്തിച്ച അമ്മമ്മയാണ് അല്ലെ. അമ്മമ്മ പുതുതലമുറയുടെ ശീലങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായി എന്നതിന്റെ ഉദാഹരണമാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള ജീവിതശൈലിയിൽ വ്യത്യാസം ഉണ്ട്. അവർ കാണുന്നത്, അവർ കേൾക്കുന്നത്, അവർ പഠിക്കുന്നത് ഒക്കെ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ. എല്ലാവരും പഴയ പോലെ പഴഞ്ചനായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല അല്ലെ. അപ്പൊ ആ ഒരു ചിന്തയെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു കഥയിലൂടെ അല്ലെ ഈ അമ്മമ്മയിലൂടെ എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. മറ്റൊരു പ്രയോഗം സാമ്പത്തികമായിട്ടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചാണ് അല്ലെ. ഇപ്പൊ കൃപാകരൻ ചോര നീരാക്കി ഉണ്ടാക്കി 1.25 ലക്ഷം രൂപയെ കുറിച്ച് പറയുമ്പോൾ ഇക്കാലത്ത് അത് അത്ര വലിയ തുകയൊന്നും അല്ല എന്ന് അമ്മമ്മ നിസ്സാരമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് പണത്തിന്റെ മൂല്യത്തെ കുറയ്ക്കല്ല, പണത്തിന്റെ അപ്പുറത്തേക്ക് എന്താണ് ലോകത്തെ വിലയിരുത്തുന്ന അമ്മമ്മയുടെ ലോക വീക്ഷണമാണ് ഇവിടെ കാണുന്നത്. അതേപോലെ ഭക്ഷണ രീതി അല്ലെ, ഭക്ഷണ രീതി ഇവരെന്താണ് മുരിങ്ങ കറിയും അല്ലെ പരിപ്പും ഒക്കെ ഇട്ട കറി ആസ്വദിച്ച് കൃപാകരൻ കഴിക്കുമ്പോൾ അല്ലെ നൂഡിൽസും ചിക്കൻ ചില്ലിയും ഒക്കെ കഴിക്കുന്ന അമ്മമ്മയാണ് അല്ലെ. അതിൽ സോയാ സോസ് ഒക്കെ ഒഴിക്കണു അല്ലെ. അങ്ങനെ നാടൻ സദ്യ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കൃപാകരന്റെ ഭാര്യ അല്ലെ നാടൻ സദ്യ എല്ലാതരം വിഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും കയറി അഭിപ്രായം അല്ലെ, എല്ലാത്തിനും അഭിപ്രായമുള്ള ഒരാളാണ് അമ്മമ്മ അല്ലെ. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് തന്നെ പറയുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്മമ്മ എന്ത് ചെയ്യണു, അതൊക്കെ ആസ്വദിച്ച് കഴിയും, ഇടുക്കി അല്ലെ, സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ അമ്മമ്മ നല്ല വാക്കുകളൊക്കെ പറയുന്നുണ്ട് കൃപാകരന്റെ ഭാര്യയോട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു അമ്മമ്മയാണ്. അപ്പോൾ അല്ലെ ആധുനിക ഭക്ഷണ രീതി എന്ത് ചെയ്യണോ അമ്മമ്മയ്ക്ക് പരിചിതമാണ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ വളരെ അല്ലെ ഈ കാലത്തിന് എന്താ പറയാ അനുസൃതമായ രീതിയിൽ ജീവിക്കുകയും ഇടപെടുകയും കാലത്തിന്റെ ഭക്ഷണ രീതികളെ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു അമ്മമ്മയാണ് നമ്മളുടെ കഥയിൽ കാണുന്നത്. മറ്റൊന്ന് വസ്ത്രധാരണമാണ് അല്ലെ. അപ്പൊ സാധാരണ ദൂരയാത്ര ചെയ്യുമ്പോൾ മാത്രം ബ്ലൗസ് ധരിക്കുന്ന അമ്മമ്മയാണ്. കസവും മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ട് മുടിയൊക്കെ വൃത്തിയായി ചെരുപ്പൊക്കെ ഇട്ട് അല്ലെ കൃപാകരൻ കാണിക്കണ്ടേ എങ്ങനെയുണ്ട്, കൊള്ളാമോ അല്ലെ, മാറ്റങ്ങളെ സ്വീകരിക്കാൻ അവർ സന്നദ്ധയായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റ് ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ അമ്മമ്മ എന്ന് പറയുന്ന നമ്മളുടെ കഥാഭാഗം. ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. പാഠപുസ്തകം നന്നായിട്ട് വായിച്ചു നോക്കണം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിറ്റാണ് ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. യൂണിറ്റിലെ 3 പാഠഭാഗങ്ങൾ, പ്രധാനപ്പെട്ട 3 പാഠഭാഗങ്ങളാണ്. ഉപപാഠങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഏകദേശം എന്താണ് കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയും എഴുത്തുകാർ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അതിലുള്ള ആദ്യത്തെ കഥയാണ് എം മുകുന്ദൻ എഴുതിയ അമ്മമ്മ എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ പാഠഭാഗം. എന്താണ് പാഠഭാഗം എന്നാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യണം, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എല്ലാവരും. മാർക്കൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത് അല്ലെ, ഏത് ചാപ്റ്റർ വേണം അല്ലെ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വേണോ, അതൊക്കെ ഉള്ളത് കൂടെ എന്ത് ചെയ്യാം മക്കൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം. ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മളുടെ ഫൈനൽ എക്സാമിന് അല്ലേ, ആനുവൽ എക്സാമിന്. അപ്പോൾ നമുക്ക് 9ാം ക്ലാസ്സിലേക്ക് പണ്ടത്തെ പോലെ വെറുതെ അങ്ങ് കയറ്റി വിടുകയൊന്നുമില്ല. മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 9ാം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം നന്നായിട്ട് തന്നെ ഉഷാറായിട്ട് മക്കൾ പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ബൈ.